കർണാടകയിലെ ഹുൻസൂരിൽ അഞ്ചംഗ സംഘം ജ്വല്ലറിയിൽ തോക്കു ചൂണ്ടി കവർച്ച നടത്തി. മലയാളികളുടെ ഉടമസ്ഥതയിലുള്ള സ്കൈ ജ്വല്ലറിയിലാണ് മോഷണം നടന്നത്. എതിർക്കാൻ ശ്രമിച്ച ജീവനക്കാരനെതിരെ സംഘത്തിൽ ഒരാൾ വെടിയുതിർക്കുകയും ചെയ്തു. ഞായറാഴ്ച ഉച്ചയ്ക്ക് 2 മണിക്കാണ് അതിക്രമം നടന്നത്. കവർച്ചാ സംഘത്തിനു വേണ്ടി കർണാടക പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. ഹുൻസൂറിലെ സ്കൈ ജ്വല്ലറിയിൽ പതിവ് പോലെ ഞായറാഴ്ചയും കച്ചവടം നടക്കുന്നു. സെയിൽസ് ജീവനക്കാരെല്ലാം ആഭരണങ്ങളെക്കുറിച്ച് ഓരോരോ ഉപഭോക്താക്കളുമായി സംസാരിക്കുന്നു. സമയം ഉച്ചയ്ക്ക് 2 മണിയോടടുത്തു. പെടുന്നനെ 5 പേർ നിരനിരയായി സ്കൈ ജ്വല്ലറിക്കുള്ളിലേക്ക്. ഹെൽമെറ്റ് ധരിച്ച് ബാഗ് പിറകിലിട്ടാണ് സംഘാംഗത്തിൽ ഒരാൾ അകത്തു കടന്നത്. മറ്റുള്ളവരെല്ലാം തൊപ്പി ധരിച്ചിരുന്നു. ജ്വല്ലറിയിൽ കടന്ന് സെക്കൻഡുകൾക്കുള്ളിൽ അന്തരീക്ഷം മനസ്സിലാക്കിയ സംഘം ഉടൻ തോക്കുകൾ കയ്യിലെടുത്തു. അഞ്ചംഗ സംഘം ആദ്യം ജീവനക്കാർക്കു നേരെ തോക്ക് ചൂണ്ടി. പിന്നാലെ എല്ലാവരെയും കൗണ്ടറിൽ നിന്ന് പുറത്താക്കി. അടുത്ത ലക്ഷ്യം വെച്ചത് സ്വർണം വാങ്ങാനെത്തിയ ആളുകളെയായിരുന്നു. മുഴുവൻ പേരെയും തോക്കിൻ മുനയിൽ നിർത്തി ആഭരണങ്ങളെല്ലാം കയ്യിൽ കരുതിയ ബാഗിൽ നിറച്ചു. തോക്കുധാരികളായ അഞ്ചംഗ സംഘങ്ങൾ ഷോപ്പിൽ കയറി വരികയും അവിടെ ഉണ്ടായിരുന്ന സ്റ്റാഫുകളെ മുഴുവൻ തോക്ക് ചൂണ്ടി ഭീഷണിപ്പെടുത്തി അവിടെ ഉണ്ടായിരുന്ന സ്വർണ്ണാഭരണങ്ങൾ മുഴുവൻ ഒരു ബാഗിനകത്താക്കി കൊണ്ട് കടന്നു കളയാണ് ചെയ്തത്. അത് പോലീസിൽ പരാതി കൊടുത്തിട്ടുണ്ട്. പോലീസ് നല്ല ഊർജ്ജസ്വലമായ രീതിയിൽ തന്നെ അന്വേഷണങ്ങൾ നടത്തുന്നുണ്ട്. എത്രയും പെട്ടെന്ന് പ്രതികളെ പിടികൂടാൻ സാധിക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. കവർച്ചാ സംഘം സ്വർണം ബാഗിലാക്കുന്ന സമയത്താണ് പുറത്തുപോയ ജീവനക്കാരൻ ജ്വല്ലറിയിൽ തിരികെ എത്തുന്നത്. അകത്തു നടന്നതൊന്നും അറിയാതെ അയാൾ കവർച്ചാ സംഘത്തെ ചോദ്യം ചെയ്തതോടെ വെടിവയ്പുണ്ടായി. ഭാഗ്യം കൊണ്ട് മാത്രം ആരുടെയും ശരീരത്തിൽ വെടിയേറ്റില്ല. കണ്ണൂർ ഇരിട്ടി സ്വദേശികളുടെ ഉടമസ്ഥതയിലുള്ള ജ്വല്ലറിയിലാണ് ഭയാനകമായ കവർച്ച നടന്നിരിക്കുന്നത്. ഉടമകളുടെ പരാതിയിൽ കർണാടക പോലീസ് കേസെടുത്ത അന്വേഷണം ആരംഭിച്ചു. ന്യൂസ് മലയാളം, കണ്ണൂർ.